പക്ഷേ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെയാണ്. പക്ഷേ ഇതെന്തെങ്ങനെ അറിയില്ലല്ലേ. എനിക്കറിയാം ഒരുപാട് പേര് പ്രശ്നമാണ്. ഇതിപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും മലയാളം മീഡിയത്തിലാണെങ്കിലും ഇംഗ്ലീഷ് എക്സാമിന് ഒരു ബില്ലില്ല. നോക്കിക്കോ, ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്കും അതങ്ങനെയായിരിക്കും. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ ഇഫ് യു ആർ ന്യൂ ഹിയർ, please consider to give me a thumbs up and a comment ചെയ്യാൻ താഴെ, and don't forget to subscribe. So let's get into it. ഏതൊരു എക്സാം എഴുതുമ്പോഴും നമ്മൾ ആ എക്സാമിനെ അനലൈസ് ചെയ്യണം. നമ്മൾ അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് രണ്ട് കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാനവിടെ പറയാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ പേപ്പറിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മാർക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇംഗ്ലീഷ് എക്സാം ഈസ് ഔട്ട് ഓഫ് 80 മാർക്സ് ആൻഡ് അതിൽ 10th ആൻഡ് ഹൈസ്കൂൾ തന്നെ ആണെങ്കിൽ അറൌണ്ട് 20 മാർക്സിന് ഗ്രാമർ ഉണ്ടാവും. ഹയർ സെക്കൻഡറി വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഗ്രാമർ വരുന്നില്ല, ഡിസ്കോഴ്സിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രക്ചർ അനലൈസ് ചെയ്യുക. ഈ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. കാരണം ഒരു 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, വെറും 5 വർഷത്തെ പേപ്പറിലൂടെ നിങ്ങൾക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സ്ട്രക്ചർ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റീഡിങ് കോംപ്രിഹെൻഷൻ എന്തോരുണ്ട്, വൺ വേർഡ് എന്തോരുണ്ട്, ഗ്രാമറിന് എന്തോരം വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം, അതുപോലെ തന്നെ ഡിസ്കോഴ്സുകളോട്ട് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ഡിസ്കോഴ്സാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ആദ്യം പോവാം. സിലബസ് കാര്യമുണ്ടാവുമല്ലോ, ആദ്യം വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പ്രിപ്പയർ ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് യു നീഡ് ടു ഡു. ഇനി നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം വെരി അഷെയിംഡ് ടു സേ ദിസ്, പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും നോളജിനെ നോക്കി മാർക്ക് ഇടുന്ന ഒരു സിസ്റ്റം അല്ല. നമുക്ക് എന്തോരം എഴുതാൻ കഴിവുണ്ട്, എന്തോരം റീഡ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡിങ് കോംപ്രിഹെൻഷൻ, റൈറ്റിംഗ്, ഡിസ്കോഴ്സ്, ഗ്രാമറിനൊക്കെ പറയുന്ന നോളജിൻ്റെ കാര്യങ്ങളൊക്കെ ഗ്രാമർ ഒക്കെ തരുന്നത്. പക്ഷേ ഇത് മാർക്ക് ഇടുമ്പോൾ അങ്ങനെയൊന്നല്ല ഇടുന്നത്. സോ നമുക്ക് കുറച്ച് ഉടായ്പ വഴികളുണ്ട്. അത് നോക്കി അത് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട്, ഒന്നും ഇംഗ്ലീഷ് ഒന്നും അറിയാത്ത ഒരാൾ പോലും ഈസി ആയിട്ട് ഇംഗ്ലീഷ് വാങ്ങി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഞാൻ ചെയ്തിട്ടുമുണ്ട്. സോ അങ്ങനത്തെ കുറച്ച് ട്രിക്സാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്കറിയാം ഇതെല്ലാവരും പറയുന്നത് ഇംഗ്ലീഷ് എക്സാമിന് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പോലും പറയുന്നതാണ് ടെക്സ്റ്റ് ബുക്കിലൂടെ പോകാൻ പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് മീൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എത്രയും വട്ടം വായിക്കാൻ പറ്റുമോ അത്രയും വട്ടം വായിക്കുന്നത്. ലാസ്റ്റ് മിനിറ്റ് എക്സാം ഹോളിൽ കയറുന്ന വരെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസും റിപ്പോർട്ടിങ്ങും ഒക്കെ വരുന്നത് പുറത്തുനിന്നല്ല, ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. നമുക്ക് എഡിറ്റിംഗ് അറിയില്ല. എഡിറ്റിംഗ് പാസേജസ് നമുക്ക് എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലൂടെ കുറേ വട്ടം പോയാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എന്തോരം വട്ടം ടെക്സ്റ്റ് ബുക്കിൽ കൂടെ പോകണോ അത്രയും സമയം നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ആ ലൈൻസ് സ്റ്റോർ ആയിരിക്കണം. അപ്പം നമുക്കത് വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അറിയാം ഇവിടെ എന്തായാലും വരുന്നത്. അല്ലാതെ എല്ലാവരും എല്ലാ ഗ്രാമർ റൂൾസും അറിഞ്ഞിട്ടൊന്നും അല്ല എഡിറ്റിങ്ങും ഒക്കെ ശരിയാക്കുന്നത്. അത് ടെക്സ്റ്റ് ബുക്കിലുള്ള ലൈൻസ് ആണ്. നമ്മൾ എത്രയും വട്ടം ടെക്സ്റ്റ് ബുക്കിലൂടെ പോകുന്നോ അത്രയും വട്ടം നമ്മളിത് ബൈ ഹാർട്ട് ചെയ്യണം. സോ അങ്ങനെയാണ് എഡിറ്റിംഗ് മാത്രമല്ല ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വരുന്നത്. സോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് മാക്സിമം വായിക്കും. ഓതേഴ്സ് എല്ലാ പോയത്തിൻ്റെയും ഓതേഴ്സിനും മെയിൻ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ നെക്സ്റ്റ് ഒരു വല്ലാത്തൊരു ഉടായ്പയാണ്, ഞാനിത് പലവട്ടം ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ലൈക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഞാൻ പറയുന്നത് ലൈൻസ് ബൈ ഹാർട്ട് ഇല്ല. പരമാവധി ടെക്സ്റ്റ് ബുക്കിൽ നല്ല ടഫ് വേർഡ്സുള്ള ലൈൻസ് കാണാണ്ട് ഇരുന്ന് പഠിച്ചു, എഴുതി പഠിച്ചോളൂ. അതിനുള്ള എക്സാം പേപ്പർ എഴുതാണെന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു ഇംപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ടീച്ചേഴ്സിന് അറിയേണ്ടതെങ്കിൽ ടെക്സ്റ്റ് വായിച്ചുകൊണ്ടാണ്. നമ്മൾ എഴുതുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ടെക്സ്റ്റിലെ ലൈൻസ് മാക്സിമം കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് അത് നല്ലൊരു ഇംപ്രഷനാണ്. നമ്മൾ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട്, നമ്മൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത്ര അവർക്ക് അറിഞ്ഞാൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ളത് പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിനെ എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഇസ് ലാംഗ്വേജ്, എല്ലാവരും ഒരു ലാംഗ്വേജ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം അവിടെ പോയി ഉണ്ടാക്കി എഴുതാം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ഞാൻ പറയും. കാരണം എന്ന് മുതൽ ഇംഗ്ലീഷ് എക്സാമിന് പഠിച്ചു തുടങ്ങുമ്പോൾ അന്ന് മുതലാണ് എനിക്ക് മാർക്ക് കിട്ടിയിട്ടുള്ളത്. ഇംഗ്ലീഷ് മീൻസ് ഒരു ലാംഗ്വേജ് ആയിട്ടല്ല, അതൊരു സബ്ജക്റ്റ് ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്തോളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ തന്നിരിക്കുന്ന 2 മണിക്കൂർ ടൈമാണ്. ഈ 2 മണിക്കൂർ ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് എഴുതി തീർക്കണം, 80 മാർക്ക് എഴുതി തീർക്കണം. സോ അവിടെ പോയിട്ട് ആലോചിച്ച് ഉണ്ടാക്കി എഴുതാൻ സമയമില്ല. സോ
മാക്സിമം പഠിക്കുക, മാക്സിമം പഠിച്ചിട്ട് പോവുക. മാക്സിമം പഠിച്ചാൽ എല്ലാം ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം കിട്ടും. നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ പഠിച്ചത് അത് പോയി എഴുതിയാൽ മതി. നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ കണ്ടാലും അത് എഴുതാൻ പാകത്തിന് എന്തെങ്കിലും പഠിച്ചിട്ട് പോകും. നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടുകൾ ഗൂഗിളിൽ നിന്ന് എടുക്കുക. അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ടെക്സ്റ്റിലുള്ള ലൈൻസ് പഠിക്കുക. അതുപോലെ എല്ലാ പഠനത്തിനും സമ്മറി നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ എല്ലാ പഠനത്തിനും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലൈക്ക് ക്യാരക്ടർ സ്കെച്ച്, ലെറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ അതെന്തായാലും കാണാൻ പഠിക്കുക. എല്ലാത്തിൻ്റെ ഫോമാറ്റ്സ് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ യൂട്യൂബിലൂടെ ഞാനതിന് ചീറ്റ് കോഴ്സിനെ വിളിക്കാറ്. ഞാൻ അങ്ങനത്തെ ഒരു 2 വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ലൈക്ക് ഇതുപോലെ അപ്രീസിയേഷൻ്റെ ഫോമാറ്റ് അല്ല, ഇതുപോലെ കുറച്ച് ലൈൻസ് അവിടെ തന്നെ വന്നിട്ട് അല്ലെങ്കിൽ ഇടയിലിടയിൽ ഇങ്ങനെ ഡാഷിൽ നമ്മൾ പോയെന്ന് അതും ഇതൊക്കെ എടുത്ത് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ അപ്രീസിയേഷൻ ആയിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ കാണാണ്ട് പഠിക്കും. ഞാൻ അതൊക്കെ ഇപ്പോഴും കാണാണ്ട് പഠിക്കാറുണ്ട്. ഷുവറായിട്ട് വരുന്ന ജനറൽ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കും. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, റെസ്യൂമേ, ആപ്ലിക്കേഷൻ ഡേറ്റ, അതുപോലെ തന്നെ എന്തെങ്കിലും ട്രാവൽ എസ്സേ, നല്ല ബെസ്റ്റ് ലൈൻസ്, ബെസ്റ്റ് വേർഡ്സ്, ഓർഡർ ചെയ്ത് നല്ല ടഫ് വേർഡ്സ് ഒക്കെ ഉള്ളത് ഫസ്റ്റ് പാരഗ്രാഫിലാണ്. അത് കഴിഞ്ഞിട്ട് താഴെ നിങ്ങൾ എന്ത് വേണമെങ്കിലും അല്ല അങ്ങനെയല്ല കോണ്ടന്റ് ആയിട്ട് ബന്ധപ്പെട്ട് മാത്രം എഴുതാൻ മതി. പക്ഷെ നമുക്ക് ഭയങ്കര സിമ്പിൾ ഇംഗ്ലീഷ് എഴുതാൻ കുഴപ്പമില്ല. പക്ഷെ ഫസ്റ്റ് പാരഗ്രാഫ് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റുമോ അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആക്കുക. അതിലിപ്പോൾ ഒരു 1 മിനിറ്റ് എക്സ്ട്രാ എടുത്താലും കുഴപ്പമില്ല. ബാക്കിയുള്ളത് പെട്ടെന്ന് എഴുതി പോവാം. ആ ഫസ്റ്റ് പാരഗ്രാഫ് എല്ലാ ആൻസേഴ്സിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് അടിപൊളിയായിട്ട് അണ്ടർലൈൻ ചെയ്യുന്നത്. ഈ അണ്ടർലൈൻ ചെയ്യുമ്പോൾ നമ്മൾ പല പല പാരഗ്രാഫ്സ് ഡിസ്കോഴ്സൊക്കെ എഴുതി വരുമ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് പഠിച്ച കോഴ്സും ടെക്സ്റ്റ് ബുക്കിൽ ലൈൻസും ഒക്കെ അതിൻ്റെ ഇടയിൽ കിടക്കിരിക്കുമല്ലോ. അതിന് മാത്രം ഹൈലൈറ്റ് ചെയ്ത് അണ്ടർലൈൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ അണ്ടർലൈൻ ചെയ്യുമ്പോൾ അതൊരു സൈക്കോളജിക്കൽ ട്രിഗർ ആണ്. നമ്മൾ ടീച്ചേഴ്സ് പിന്നെ നോക്കുന്നത് ഈ അണ്ടർലൈൻ ചെയ്യുന്ന പാട്ടാണ്. കാരണം അത് ഇങ്ങനെ ബോൾഡായി നിൽക്കാമല്ലോ, അതാണല്ലോ ആദ്യം പാടാം. സോ നമ്മൾ എന്താണ് ഈ ശരിയായ കാര്യം നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നത്. ശരിയായ കാര്യം നമ്മൾ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് നോക്കേണ്ടത്. നമ്മൾ അവരെ ഗൈഡ് ചെയ്യണം എങ്ങനെ ഇതാണ് നോക്കേണ്ടതെന്നുള്ളത്. സോ അവരത് നോക്കും. അപ്പോൾ അവർ വിചാരിക്കുമ്പോൾ എല്ലാം ശരിയാണ്. അപ്പോൾ മാർക്ക് എല്ലാ വേർഡ്സിൻ്റെ ഇടയിലും അത്യാവശ്യം സ്പേസ് വിട്ട് ഇത്തിരി വലുതാക്കി എഴുതുകയാണെങ്കിൽ അത് കാണുമ്പോൾ തോന്നില്ല. കാണുമ്പോൾ അത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റില്ല ഒന്നുമില്ലാതെ. കാരണം കുറേ ഉണ്ടല്ലോ. അതുകൊണ്ട് അപ്പം നമ്മൾ അങ്ങനെ എഴുതാന്നുണ്ടെങ്കിൽ അത്യാവശ്യം വോളിയം കിട്ടും. നമ്മുടെ ആൻസർ കുറച്ചും കൂടെ വലുതാണെന്ന് തോന്നും. ഗ്രാമറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിനോട് പോവുക, വന്ന ഗ്രാമേഴ്സ് എഴുതി നോക്കുക, റിപ്പീറ്റ് ചെയ്യുന്ന ഗ്രാമേഴ്സ് എഴുതാൻ നോക്കുക, അതിന് അറ്റൻഷൻ കൊടുക്കുക. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാമേഴ്സ് പഠിച്ചാൽ മതി. ഗ്രാമർ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം തിയറി പഠിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, അത് അപ്ലൈ ചെയ്ത് പഠിക്കണം. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഗ്രാമറിൻ്റെ കേസിൽ എത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നിങ്ങൾ ഗ്രാമറിൽ ബെറ്ററായി വരും. 80 മാർക്കുണ്ട്, 2.5 മണിക്കൂറുണ്ട്, നമ്മളുണ്ട്. ഇതിനിടയിൽ ഇത് എല്ലാം ഒരു ക്ലാഷാണ് എനിക്കറിയാം. സോ അതിനോട് വേണ്ടിയിട്ട് സമയം മാനേജ് ചെയ്യുന്ന കുറച്ച് ടിപ്പുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് വുഡ് ബി ടു നോട്ട് ഡൗൺ all the one-word answers during the cool off time. So cool off time ഉണ്ട് 15 മിനിറ്റ്. നമുക്കറിയാം ക്വസ്റ്റ്യൻസ് വായിക്കാനുള്ള സമയമാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാലും നമുക്ക് ബാക്കി സമയം കിട്ടും. സോ ഈ സമയത്ത് റീഡിങ് കോംപ്രിഹെൻഷനിലൂടെ പോവുക, ലാംഗ്വേജ് നോക്കി വയ്ക്കുക, റിപ്പോർട്ട് സ്പീച്ച്, ഗ്രാമർ ഇതൊക്കെ അപ്പം ആലോചിച്ച് വയ്ക്കുക. എല്ലാത്തിനും ടൈം കിട്ടുക. ലൈക്ക് 2 മാർക്കാണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് മാക്സിമം, 4 മാർക്കിൻ്റെ ആണെങ്കിൽ 5 മിനിറ്റ്, 6 മാർക്കിൻ്റെ ആണെങ്കിൽ 7 മിനിറ്റ്, 8 മാർക്കിനാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ 15 മിനിറ്റ്. അങ്ങനെ തന്നെ ടൈം നോട്ട് ചെയ്തിട്ട് ആ മൊത്തം 2.5 മണിക്കൂറിൽ എല്ലാം ഫിറ്റ് ചെയ്ത് പിന്നെ ഒരു 10 മിനിറ്റ് ലാസ്റ്റ് വായിച്ച് നോക്കാൻ എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി ലീവ് ചെയ്തിട്ടാണ് ആ ടൈം അങ്ങനെ ഫിക്സ് ചെയ്യാറ്. ആ ടൈമിൽ നിങ്ങൾക്ക് എഴുതി എത്തിക്കാൻ പറ്റുന്നുണ്ടോ ടൈമർ വെച്ചിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അറിയുന്ന ക്വസ്റ്റ്യൻ ആദ്യം എഴുതുക. കാരണം അറിയാത്ത ക്വസ്റ്റ്യന് ആലോചിക്കാൻ സമയം വേണം, അവിടെ സമയം പോകും. അറിയുന്ന ക്വസ്റ്റ്യൻ അപ്പം ലാസ്റ്റ് കിടക്കുന്നത് ചിലപ്പോൾ നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് എഴുതാൻ സമയം കിട്ടുന്ന വരില്ല. സോ എന്ത് ചെയ്യുക, അറിയുന്ന ക്വസ്റ്റ്യൻ ആദ്യം എഴുതുക. 1 മാർക്കിൻ്റെന്നുണ്ടെങ്കിൽ 1 ലൈൻ മാക്സിമം, അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കണ്ട. 2 മാർക്കിൻ്റെന്നാണെങ്കിൽ 4 ലൈൻസ് എഴുതാം, മാക്സിമം ആണ് 4 ലൈൻസ് എഴുതാം. പിന്നെ 4 മാർക്കിൻ്റെന്നാണെങ്കിൽ 1 പേജ് എഴുതാം. 5 മാർക്കിൻ്റെയാണെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1.5 പേജ് എഴുതാം. ഈ ഒരു പേജിൻ്റെ ഒരു സൈഡും പിന്നെ അപ്പുറത്തെ സൈഡിൻ്റെ പകുതിയായിട്ട് 1.5 പേജ് എഴുതാം. ആ 6 മാർക്കിൻ്റെ. ഇനി 8 മാർക്കിൻ്റെന്നാണെങ്കിൽ 2 പേജ് എഴുതാം. വളരെ നന്നായിട്ട് അറിയാമെങ്കിൽ 2.5 പേജ് എഴുതാം. അതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ ഗ്രേഡ് ഇംഗ്ലീഷിൽ
ഗ്രേഡ് എയും B+ ആയിരുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കത് A+ക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അവസാനം എത്തിച്ചത് A+ലോട്ട് എത്തിച്ചത് ഇത്രയും കഷ്ടപ്പെട്ട് കടന്ന് പഠിച്ചിട്ടാണ്. എനിക്ക് അതാണ് നിങ്ങളോട് പറയുന്നത്, ഡോണ്ട് ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ ലാംഗ്വേജ്, ഇറ്റ് ഈസ് എ സബ്ജക്ട്. സോ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ മലയാളത്തിൽ ചെയ്യുന്നത് ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്നും കൂടി പറയാം, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോ എടുക്കാം.